ഹലോ ഗായ്സ്, ഇന്ന് പുതിയതായിട്ട് ഞാൻ ഒരു പരീക്ഷണം ചെയ്തതാണ്. ഇത് കണ്ടാൽ സാധാരണ ദോശയാണ്. ഇത് ഞാൻ ചെയ്തത് വെച്ചെന്ന് വെച്ചാൽ ദോശമാവ് അരയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ മുറിയതുള്ളത് കുറച്ചുണ്ടായിരുന്നു. അതും കൂടി ചേർത്താണ് അരച്ചത്. അമ്മ ആദ്യം മുതൽ തന്നെ വഴക്ക് പറഞ്ഞ് തേങ്ങയും കൂടെ അരച്ചാൽ വരത്തില്ല, അത് പൊങ്ങിപ്പോയ. പക്ഷേ ഇന്ന് എൻ്റെ പരീക്ഷണത്തിൽ വിജയകരമായി അരച്ചെടുത്തു. സോറി ഗൈസ്, അത് ആദ്യമേ ആ അരച്ചിൻ്റെ പരുവം കാണിക്കാൻ പറ്റിയില്ല. നല്ല മൊരിഞ്ഞ ദോശയായിട്ട് തന്നെ വന്നത്. അങ്ങനെ 4 ദോശ എനിക്ക് നല്ലോണം ചൂടാൻ പറ്റി. അതുപോലെ ബാക്കിയുള്ളത് മാവ് ഇഡലിയാക്കുകയും ചെയ്തു. നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ ദോശയാണ് വന്നത്. അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഞാനൊരു കട്ടൻ ചായ കുടിക്കാൻ തോന്നി. ഇന്ന് പാലില്ലാത്ത ചായ. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഇഡലിപ്പൊടിയാണ് വെച്ചത്. ബാക്കിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഗൈസ്, ഇതാണ് ബാറ്റർ കേട്ടോ. തേങ്ങ വെച്ചരച്ച മാവാണിത്. നല്ലോണം എനിക്ക് ചുട്ടെടുക്കാൻ പറ്റുകയും ചെയ്തു. നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ദോശയായിട്ട് ആണ് വന്നത്. നല്ല രുചിയുണ്ടായിരുന്നു. വായിൽ ഇട്ട ഉടനെ തന്നെ അലിഞ്ഞ് പോകുന്ന രീതിയിലാണ് എനിക്ക് ചുട്ട് കിട്ടിയത്. ഇതിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് ഇഡ്ഡലിപ്പൊടിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു വീക്ക്നെസ് വെച്ചാൽ ബട്ടറാണ്. കുറച്ച് ഓയിലും കുറച്ച് ബട്ടർ ഇട്ടാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കട്ടൻ ചായ തിളപ്പിക്കുകയും പാലുണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പാലില്ലായിരുന്നു. അങ്ങനെ പാല് സ്കിപ്പ് ചെയ്തു. ജസ്റ്റ് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് അങ്ങനെ പെട്ടെന്നൊരു ചായ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഡിഷ് ഇതാണ് ഗൈസ്.